ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 10-ാം സ്കന്ധം പരമശ്രേയസ്, അധ്യായം 15 ധേനുകാസുരവധം, ശ്ലോകം 28 മുതൽ 35 വരെ. ശ്ലോകം 28. ബലപ്രവിശ്യ ബാഹുഭ്യാം താലാൻ കമ്പയൻ ഫലാനി പാദയാമാസ മദം ഗജ ഇവോജസാ. ബലപ്രവിശ്യ ബാഹുഭ്യാം താലാൻ സംപരികമ്പയൻ ഫലാനി പാദയാമാസ മദം ഗജ ഇവോജസാ. ബലപ്രവിശ്യ ബാഹുഭ്യാം താലാൻ സംപരികമ്പയൻ ഫലാനി പാദയാമാസ മദം ഗജ ഇവോജസാ. ഹരേ കൃഷ്ണ. വത്സലമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഫല പ്രവിശ്യ ബാഹുഭ്യാം താലാൻ സംപരികംഭയൻ ഫലാനി പാദയാമാസ മദം ഗജ ഇവൗജസ. പദാനുപദാർത്ഥം. ഫല ബലരാമൻ, പ്രവിശ്യ പ്രവേശിച്ച്, ബാഹുഭ്യാം ഇരു കൈകൾ കൊണ്ട്, താലാൻ താലവൃക്ഷങ്ങളെ, സംപരികമ്പയൻ കുലുക്കിയിട്ട്, ഫലാനി പഴങ്ങളെ, പാദയാമാസ വീഴ്ത്തി, മദം ഗജ ഇവ മതിച്ച ആനയെ പോലെ, ഓജസ ബലത്തോടെ അദ്ദേഹത്തിന്റെ ശക്തിയാൽ. വിവർത്തനം. ശ്രീ ഭക്തി വേദാന്ത സ്വാമി ശിലാപ്രഭു മഹാരാജ് കി ശിക്ഷകോ ജയ് ഹോ. ബലരാമ ഭഗവാൻ താലവനത്തിൽ പ്രവേശിച്ച് ഇരുകരങ്ങളാലും പനമരങ്ങളെ പിടിച്ച് മധുയാനയെ പോലെ ശക്തിയായി കുലുക്കി താലഫലങ്ങളെ എമ്പാടും വീഴ്ത്തി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. 29. ബലാനാം പതതാം ശബ്ദം നിശമ്യ അസുരരാസഭാ അഭ്യധാവത് ക്ഷിതിതലം സനകം പരികമ്പയൻ. ഫലാനാം പതതാം ശബ്ദം നിശമ്യ അസുരരാസഭാം അഭ്യധാവത് ക്ഷിതിതലം സനകം പരികമ്പയൻ. ഫലാനാം പതതാം ശബ്ദം നിശമ്യ അസുരരാസഭാം അഭ്യധാവത് ക്ഷിതിതലം സനകം പരികമ്പയൻ. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. ഫലാനാം പഴങ്ങളുടെ, പതതാം പതിക്കുന്ന, ശബ്ദം ഒച്ച, നിശമ്യ കേട്ടിട്ട്, അസുര രാസഭ കഴുതയുടെ രൂപം ധരിച്ച അസുരൻ, അഭ്യധാവത് മുന്നിലേക്ക് ഓടി വന്നു, സ്ഥിതിതലം ഭൂതലത്തെ, സനകം വൃക്ഷങ്ങളോടൊപ്പം, പരികമ്പയൻ ഉറപ്പിച്ചുകൊണ്ട്. വിവർത്തനം. ശ്രീല ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. പഴങ്ങൾ വീഴുന്ന ഒച്ച കേട്ട് ഗർദഭ രൂപനായ ധേനുകാസുരൻ ഭൂതലത്തെയും വൃക്ഷങ്ങളെയും ഉറപ്പിച്ചുകൊണ്ട് ആക്രമിക്കാനായി മുന്നോട്ട് ഓടി വന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ശ്ലോകം 30. സമേത്യ തരസത്പ്രയാഗ് താഭ്യാം പദുഭ്യാം ബലം ബലി നിഹത്യോരസീകാ ശബ്ദം മുഞ്ചൻ പര്യസരൻ ഖലാം. സമേത്യ തരസാ പ്രത്യാഗ് താഭ്യാം ദ്വാഭ്യാം പദ്ഭ്യാം ബലം ബലി നിഹത്യോരസീകാ ശബ്ദം മുഞ്ചൻ പര്യസരത് ഖലാം. സമേത്യ സരസാ പ്രത്യാഗ് ദ്വാഭ്യാം പദുഭ്യാം ബലം ബലി നിഹത്യോരസീകാ ശബ്ദം മുഞ്ചൻ പര്യസരൻ ഖലാം. ഗീതമാജി. കൃഷ്ണ. പ്രിയാണ്. ജയശ്രീ മാജി. ഹരേ കൃഷ്ണ പ്രഭുജി. നമോ ഭഗവതി വാസുദേവായ. സമേത്യ തരസാ പ്രത്യദ്വാഭ്യാം പദ്ഭ്യാം ബലം ബലി നിഹത്യോരസികാ ശബ്ദം മുഞ്ചൻ പര്യസരത് ഖലാ.
പ്രധാനപദാർത്ഥം സമേത്യ അരികിൽ വന്ന് തരസ പെട്ടെന്ന് കൃത്യ പിൻഭാഗത്തുള്ള ദ്വാഭ്യാം രണ്ടും പദ്ഭ്യാം കാലുകളും ബലം ബലരാമൻ ബലി ബലവാനായ അസുരൻ നിഹത്യ അടിച്ചിട്ട് ഉരസി മാറിൽ ആ ശബ്ദം വൃത്തികെട്ട ശബ്ദം മുഞ്ചൻ പുറപ്പെടുവിച്ച് പര്യസര ചുറ്റും മൂടി സഞ്ചരിച്ചു. ഫലഹ ദുഷ്ടനായ അസുരൻ. വിവർത്തനം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ശക്തനായ അസുരൻ പാഞ്ഞു വന്ന ബലരാമന്റെ മാറിൽ പിൻകാൽ കുളമ്പുകൾ കൊണ്ട് ശക്തിയായി അടിച്ച ശേഷം വൃത്തികെട്ട അമറലുമായി ചുറ്റും ഓടാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. 31. പുനരാസാദ്യ സംരബ്ധ ഉപക്രോഷ്ടാ പരാക്സ്ഥിതാം ചരണാവവരോ രാജൻ ബലായ പ്രാക്ഷിപദുഷാം. പുനരാസാദ്യ സംരബ്ധ ഉപക്രോഷ്ടാ പരാക്സ്ഥിതാം ചരണാവവരോ രാജൻ ബലായ പ്രാക്ഷിപദുഷാം. പുനരാസദ്യ സംരബ്ധ ഉപക്രോഷ്ടാ പരാക്സ്ഥിതാം ചരണാവപരോ രാജൻ ബലായാം പ്രാക്ഷിപദുഷാം. മനസ്സിലാമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പുനരാസാദ്യ സംരബ്ധ ഉപക്രോഷ്ട പരാസ്ഥിത ചരണാവപരോ രാജൻ ഫലായ പ്രാക്ഷിപത് രുഷ. പദാനുപദാർത്ഥം പിന്നെയും ആദ്യ അരികിൽ വന്ന് സംരബ്ധ ക്രൂധനായി ഉപക്രോഷ്ട ഗർദഭം പരാക്സ്ഥിത പിന്തിരിഞ്ഞു നിന്നിട്ട് ചരണോ ഇരുകാലുകളും അപരോ പിന്നിലെ രാജൻ ഹേ രാജാവേ ഫലായ ബലരാമ ഭഗവാന്റെ നേർക്ക് പ്രാക്ഷിപ്ത് എന്ന് എറിഞ്ഞു രുഷ കോപത്തോടെ. വിവർത്തനം അല്ലയോ രാജാവേ, ക്രോധനായ ഗർദഭം വീണ്ടും ബലരാമന്റെ നേർക്ക് ചെന്നിട്ട് പുറംതിരിഞ്ഞു നിന്നു. എന്നിട്ട് ദേഷ്യത്തിൽ അമറിക്കൊണ്ട് പിൻകാലുകളെ ഭഗവാന്റെ നേർക്കെറിഞ്ഞു. ഭാവാർത്ഥം ശ്രീ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ് ഹോ. ഉപക്രോഷ്ട എന്ന പദത്തിന് ഗർദഭം എന്നും അടുത്തുനിന്നുകൊണ്ട് ഉറക്കെ അലറുന്നവൻ എന്നും അർത്ഥമുണ്ട്. ബലവാനായ ധേനുകൻ കുപിതനായി ഭീകരമായ അലർച്ചകൾ പുറപ്പെടുവിച്ചു എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഹരേ കൃഷ്ണ. ഹരേ 32. സതം ഗൃഹീത്വാം പ്രബദോ ഭ്രാമയിത്വൈകപാണിനാം ചിക്ഷേവാം തൃണരാജഗ്രേ ബ്രാഹ്മണാത്യക്തജീവിതം. സതം ഗൃഹീത്വാ പ്രബദ്ധോ ഭ്രാമയിത്വ ഏകപാണിനാം ചിക്ഷേവ തൃണരാജഗ്രേ ബ്രാഹ്മണത്യക്തജീവിതം. സതം ഗൃഹീത്വാ പ്രബദ്ധോ ഭ്രാമയിത്വ ഏകപാണിനാം ചിക്ഷേവ തൃണരാജഗ്രേ ബ്രാഹ്മണത്യക്തജീവിതം. ഹരേ കൃഷ്ണ. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. സഹ അദ്ദേഹം ബലരാമൻ തം അവനെ ഗൃഹീത്വ പിടിച്ചിട്ട് പ്രപദാഹ കുളമ്പുകളിൽ ഭ്രാമയിത്വ ചുഴറ്റിയിട്ട് ഏകപാണിന ഒറ്റ കയ്യാൽ ചിപേക്ഷ അദ്ദേഹം എറിഞ്ഞു തൃണരാജാഗ്രേ പനയുടെ മുകളിലേക്ക് ബ്രാഹ്മണ ചുഴത്തിൽ കൊണ്ട് ത്യക്തജീവിതം ജീവൻ വെടിഞ്ഞ്. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ബലരാമ ഭഗവാൻ ധേനുവിനെ ഒറ്റ കയ്യാൽ പിൻകാൽ കുളമ്പുകളിൽ തടഞ്ഞു പിടിച്ചിട്ട് വട്ടം ചുഴറ്റി ഒരു പനയുടെ മുകളിലേക്ക് എറിഞ്ഞു. ശക്തമായ വട്ടം ചുഴറ്റലിൽ തന്നെ അവന്റെ പ്രാണൻ പിടിഞ്ഞു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. 33. തേനാഹതോ മഹാതാലോ വേപമാനോ ബൃഹച്ഛിരാം പാർശ്വസ്ഥം കമ്പയൻ ഭഗ്നാം സജാന്യം സോപിചാപരം. തേനാഹതോ മഹാതാലോ വേപമാനോ ബൃഹച്ഛിരാം പാർശ്വസ്ഥം കമ്പയൻ ഭഗ്നാം സജാന്യം സോപിചാപരം. തേനാഹതോ മഹാതാലോ വേപമാനോ ബൃഹച്ഛിരാം പാർശ്വസ്ഥം കമ്പയൻ ഭഗ്നാം സചാന്യം സോപിചാപരം. ജയ ശ്രീമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തേന ഹതോ മഹാതാലോ വേപമാനോ ബൃഹച്ഛിരാ പാർശ്വസ്ഥം കമ്പയൻ ഭഗ്ന സജാന്യം സോപി ചാപരം. പ്രധാനപദാർത്ഥം തേന അതിനാൽ ധേനുകന്റെ മൃതദേഹത്താൽ ആഹതഃ അടിക്കപ്പെട്ട മഹാതാലഹ വലിയ പനമരം വേപമാനഹ വിറച്ചുകൊണ്ട് ബൃഹച്ഛിര വലിയ അഗ്രഭാഗത്തോട് കൂടിയ പാർശ്വസ്ഥം അരികിൽ നിന്ന കമ്പയൻ കുലുക്കിയിട്ട് ഭഗ്നഹ ഒടിഞ്ഞ സഹ ച അതും
അന്യം മറ്റൊന്ന്, സഹ അഭി അതും, ച അപരം മറ്റൊന്ന്. വിവർത്തനം ധേനുകാസുരന്റെ മൃതശരീരത്തെ ബലരാമ ഭഗവാൻ ആ കാട്ടിലെ ഏറ്റവും ഉയരമുള്ള പനയുടെ മുകളിലേക്ക് എടുത്തെറിഞ്ഞു. അതു വന്നു വീണതും ആ മരം ആടാൻ തുടങ്ങി. അസുരന്റെ ഭാരം കാരണം അത് ഒടിഞ്ഞ് അടുത്തു നിൽക്കുന്ന മരത്തിന്റെ മേൽ വീണ് അതിനെയും കുലുക്കി തുടങ്ങി. ആ മരം അതിന്റെ അടുത്തുള്ള മരത്തിൽ പതിച്ച് അതും വീഴാനിടയാക്കി. ഇങ്ങനെ ആ കാട്ടിലെ അനേകം മരങ്ങൾ ഇളകി നിലംപതിച്ചു. ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് മഹാരാജ് കി ജയ്. ബലരാമൻ ധേനുകാസുരനെ വൻ താലവൃക്ഷത്തിന്റെ മേലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ ശക്തി കാരണം ഒരു തുടർചലനം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ഉത്തുംഗങ്ങളായ അനേകം പനമരങ്ങൾ അടിയിളകി വൻ ശബ്ദത്തോടെ നിലംപതിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 34. ബലസ്യ ലീലയോഷ്രാം ഹരദേഹാ ഹദാ ഹദാ ചാലസ്കാംപിരേ സർവേ മഹാവതേരത ഇവ. ബലസ്യ ലീലയോ കൃഷ്ടാം ഖരാം ദേഹാ ഹാതദാഹ താലാശ്ച കമ്പിരേ സർവേ മഹാവാതേരിതാ ഇവ. ബലസ്യ ലീലയോത്കൃഷ്ടാം ഖരദേഹഹതാഹതാം താലാശ്ച ഗംഭീരേ സർവേ മഹാവാതേരിവ ഇവ. വത്സമാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ബലസ്യ ലീലായോത്സൃഷ്ട ഗരദേഹാ ഹദാ ഹദാ താലാശാക കമ്പീരേ സർവേ മഹാവാദേരിതാ ഇവ. പദാനുപദാർത്ഥം. ബലസ്യ ബലരാമന്റെ ലീല കൊണ്ട് ഉത്സൃഷ്ട മുകളിലേക്ക് എറിയപ്പെട്ട ഖരദേഹ ഗർദ്ധവ ശരീരത്താൽ ഹത ആഹാദ അടിക്കപ്പെട്ടത് മറ്റൊന്നിനെ അടിച്ച് താല പനമരങ്ങൾ ശകംബിരെ കുലുങ്ങി സർവേ എല്ലാം മഹാവാദ വൻകാറ്റിനാൽ ഈരിത വീശി ഇവ പോലെ. വിവർത്തനം ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശിലാ പ്രഭാത് മഹാരാജ് കി ജയ് ഹോ. ബലരാമൻ ധേനുകാസുരന്റെ ശരീരം ഏറ്റവും ഉയരമുള്ള പനയുടെ മുകളിലേക്ക് എറിഞ്ഞ് കളിച്ചതിനാൽ എല്ലാ മരങ്ങളും ആടിക്കുലുങ്ങി കൊടുങ്കാറ്റടിച്ചാലെന്ന പോലെ തമ്മിൽ കൂട്ടിയിടിക്കാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 35. നേതച്ചിത്രം ഭഗവതി ഹി അനന്തേ ജഗദീശ്വരേ ഓദപ്രോദം ഇദം യസ്മിൻ താനുഷു അംഗയഥാ പടഃ. നൈതേ ചിത്രം ഭഗവതി ഹി അനന്തേ ജഗദീശ്വരേ ഓദപ്രോദമിദം യസ്മിൻ തന്ദുഷ്വംഗാ യഥാ പടാം. നൈതച്ചിത്രം ഭഗവതി ഹി അനന്തേ ജഗദീശ്വരേ ഓദപ്രോദമിദം യസ്മിൻ തന്തുഷ്വംഗാ യഥാ പദാം. രമണിമാജി. ഹരേ കൃഷ്ണ പ്രഭു. പദാനുപദാർത്ഥം. ന ഇല്ല, ഏതത് ഈ, ചിത്രം അത്ഭുതകരം, ഭഗവതി ഭഗവാനിൽ, ഈ തീർച്ചയായി, അനന്തേ അപരിമേയനായ, ജഗദീശ്വരി പ്രപഞ്ചത്തിന്റെ നാഥനായ, ഓതപ്രോതം കൂടും പാവുമായി, ഇതം ഈ ലോകം, യസ്മിൻ യാതൊരുവനിൽ, സന്തുഷ്ട നൂലുകളിൽ, അംഗ പ്രിയ പരീക്ഷിത് മഹാരാജാവെ, യഥാ എങ്ങനെയോ, പടഹ വസ്ത്രം. വിവർത്തനം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. പ്രിയപ്പെട്ട പരീക്ഷിത് മഹാരാജാവെ, ബലരാമ ഭഗവാൻ അപരിമേയനും പ്രപഞ്ചത്തിന്റെ മുഴുവൻ നിയന്താവുമായ പരമദിവ്യോത്തം പുരുഷനാണെന്ന് പരിഗണിക്കുമ്പോൾ ധേനുകാസുരനെ വധിച്ചത് അത്ര അത്ഭുതകരമായ സംഗതിയൊന്നുമല്ല. നെയ്തെടുത്ത വസ്ത്രം അതിന്റെ ഊടും പാവുമായ നൂലുകളിലാണ് നിലനിൽക്കുന്നത് എന്നതുപോലെ പ്രപഞ്ചം മുഴുവനും അദ്ദേഹത്തിന്മേൽ നിലനിൽക്കുന്നു. ഭാവാർത്ഥം ശ്രീല ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. നിർഭാഗ്യവാന്മാരായ വ്യക്തികൾക്ക് പരമപുരുഷന്റെ ആനന്ദകരമായ ലീലകൾ ആസ്വദിക്കാൻ കഴിയുകയില്ല. അനന്തേ എന്ന വാക്ക് വെളിപ്പെടുത്തുന്നത് മാതിരി പരമപുരുഷന് അളവില്ലാത്ത ശക്തികളും സിദ്ധികളും കൈവശമുണ്ടെന്ന് ശ്രീല ജീവഗോസ്വാമി വിവരിക്കുന്നു. സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് തന്റെ ശക്തിയുടെ തീരെ ചെറിയൊരംശം ഭഗവാൻ പ്രദർശിപ്പിക്കുന്നു. നിയമവിരുദ്ധമായി താലവനം കൈയടക്കി വെച്ചിരുന്ന ഗർദഭാസുരന്മാരെ ശിക്ഷിക്കണമെന്ന് ബലരാമൻ ആഗ്രഹിച്ചു. അതിനാൽ ധേനുകാസുരനെയും കൂട്ടരെയും എളുപ്പം കൊല്ലാൻ ആവശ്യമുള്ളത്ര മാത്രം ദിവ്യ ഐശ്വര്യം അദ്ദേഹം പ്രദർശിപ്പിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ.
ओमज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकयां चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरघुनाथान्वितं तं सजीवम् साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललितां शिविशाखान्वितांश्च। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निधि नामिने। नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशधारिणे। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिसिद्धान्त सरस्वती नामिने। श्रीवासवानवी देवी दैत्याय कृपाब्दे कृष्णसम्बन्धविज्ञानदायिने प्रभवे नमः। माधुर्योजनप्रेमाढ्य श्रीरूपानुगा भक्तिदां गौरकरुणाशक्तिविग्रहाय नमस्तुते। नमस्ते गौरवाणी श्रीमूर्तये दीनदारिणे रूपानुगा विरिदावसिद्धान्त द्वन्द्वहारिणे। नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रलम्बरसाम्बोधे पादाम्बुजे ते नमः। नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगावराय ते गौराविर्भवभूमेस्तं निर्दिष्टा सज्जनप्रिया वैष्णव सार्वभौमो श्रीजगन्नाथाय ते नमः। श्रीवत्सनादना भट्टरघुनाथ श्रीजीव गोपाल भट्टा दास रघुनाथ एचाय गोशाय कोरि चरण बंदन जहाँ मोदि विज्ञानाश अभीष्टपूरन वांछा कल्पद्रुवस्य कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो महाधन्याय कृष्ण प्रेम प्रदायते कृष्णाय कृष्ण चैतन्य नाम्ने गौरतुषे नमः। पंचतत्वात्मकं कृष्णं भक्तावतारं भक्ताख्यं नमामि भक्तशक्तियम्। हे कृष्ण करुणा सिंधो दीनबंधो जगत्पते गोवेशा गोविका कांदा राधा कांदा नमस्तुते। जयदां सुहृदो बंगोर्मम मंदमदे गदे मत्सर्वस्वपदाम्बोजो राधा मदन मोहनौ दिव्यावृन्दारण्यकल्पविमला श्रीमद् सिंहासनस्थौ श्रीमद्राधा शीलगोविन्ददेवो प्रेष्ठाभिः सेव्यमानो स्मरामि। श्रीमन्दासंसारं विमं श्रीमडतलसिरः पश्यन् वेणुसुनेर्गोपी गोविनादश्येतुना काञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम हरे राम राम हरे हरे। हरे कृष्ण। बल प्रविश्य बाहुभ्यां तालान् सम्परिकम्पयन् फलानि पादयामास मदं गजा इवोजसा। Lord Balarama entered the Tala forest first. Then with his two arms he began forcefully shaking the trees with the power of a maddened elephant, causing the Tala fruits to fall to the ground. ബാലന്മാര് ഗോപന്മാര് ഭഗവാന് പരാതി കൊടുക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ആ ഫലങ്ങൾ ലഭിക്കുന്ന ആ തളവനത്തെ ഫലമങ്ക് വളരെ മികച്ചതാണ്, ശ്രേഷ്ഠമാണ്. അത് കഴിക്കണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് കാവൽ നിൽക്കുന്ന ധനുകാസുരൻ പറഞ്ഞ കഴുതാസുരൻ, ഈ കഴുതാസുരൻ അതിനെ മറ്റുള്ളവരെ അത് കഴിക്കാൻ വിസമ്മതിക്കുകയാണ്. ഉള്ളിക്ക് കിടക്കുന്നില്ല കഴുതാസുരൻ.
അതിനൊപ്പം തന്നെ ധാരാളം വേറെ കുറെ കഴുതാസുരന്മാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം വലിയ ശക്തിയാണ്. പക്ഷേ അങ്ങക്കേ ജയിക്കാൻ പറ്റും. അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം തുരത്തി എന്നിട്ട് ഈ ഫലമെല്ലാം എടുത്ത് നമുക്ക് കഴിക്കാം എന്നുള്ളൊരു ഐഡിയ ഗോപന്മാർ പറയാണ്. അപ്പോൾ കൃഷ്ണൻ ചിരിച്ചു, മന്ദഹസിച്ചു. കാരണം എന്താണ്, ഇതാണ് ഈ അസുരന്മാർ എത്ര വലിയ ശക്തന്മാരെ അസുരന്മാരുണ്ടെന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം വിചാരിച്ച് ചിരിക്കാൻ അദ്ദേഹം എന്ത് തന്നെ പറഞ്ഞു, പേടിക്കണ്ട, നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ടാവും. ഞങ്ങൾ ഇപ്പം തന്നെ നാളേക്കാക്കില്ല, ഇന്ന് തന്നെ ആ തളവനത്തിൽ പ്രവേശിച്ചിട്ട് വേണ്ട പോലെ ചെയ്യാം എന്നുവരെ സമാശ്വസിപ്പിച്ചു. എന്നിട്ട് ബലരാമൻ ചേർന്ന് കാട്ടിലേക്ക് കിടക്കണം. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് കാണുന്നത് ബലരാമനാണ് ആദ്യം കിടക്കുന്നത്. കാരണം അതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ബലരാമൻ ഭയങ്കര ബലിഷ്ഠനാണ്, ശക്തിയുള്ള ആളാണ്. അപ്പോൾ അതിന് പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം ബലരാമനെ കൊടുക്കാനായിട്ട് പരമദ്യോതമ പുരുഷനായ കൃഷ്ണൻ, പരമദ്യോതമ പുരുഷൻ്റെ ആദ്യത്തെ എക്സ്പാൻഷനാണ് ബലരാമൻ. അപ്പോൾ ബലരാമൻ കൊല്ലുന്നതും കൃഷ്ണൻ കൊല്ലുന്നതും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. എന്നാലും കൃഷ്ണൻ സ്വന്തമായിട്ട് ഓൾറൗണ്ടിങ് ആയിട്ട് അവരെ സഹായിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കഥാസുരൻ ആദ്യം അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ബലരാമനാണ്. കാരണം ബലരാമൻ കൃഷ്ണൻ്റെ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് എക്സ്പാൻഷനാണ്. മുമ്പ് അധികം കാണിച്ചിട്ടില്ല, ബലം കാണിച്ചിട്ടില്ല. കുറേയധികം കഴുതകൾ അസുരന്മാരെ അധികം വധിച്ച കൃഷ്ണനാണ്. പിന്നെ ഇവരെ ഗോപന്മാരെ ആദ്യം തന്നെ ഈ ചാപ്റ്റർ ആദ്യം തന്നെ കൃഷ്ണൻ ഗ്ലോറിഫൈ ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ബലരാമനാണ് ആദ്യം മുന്നിട്ട്. ഇവരെല്ലാം കൂടി ഒരുമിച്ച് കിടക്കണം, പക്ഷെ മുമ്പിൽ നടക്കണ ബലരാമനാണ്. ബലരാമൻ മുമ്പിൽ തളവനത്തിൽ പ്രവേശിച്ചു. ഈ പറഞ്ഞ ഏറ്റവും ഫലമുഷ്ടമുള്ള ആ പനനൊങ്ക് ഫലങ്ങൾ കിട്ടുന്ന ആ സ്ഥലത്ത് നോക്കിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആ പാൽമരത്തിനെ പാം ട്രീ പനനൊങ്കിൻ്റെ മരത്തിനെ കൈകൊണ്ട് ചുഴറ്റിപ്പിടിച്ച് കുലിക്കുകയാണ് നടന്നത്. അതിശക്തമായി കുലിക്കപ്പോൾ ഇത്രയും കുലുക്ക് മതഗജം ഇത് ഭ്രാന്ത് പിടിച്ച് മതം ഇളകിയ ഒരു ആനയെപ്പോലെ അതിൻ്റെ ശക്തിയോടുകൂടി അതിനേക്കാൾ എത്രയോ അധികം ശക്തിയോടുകൂടിയിട്ട് ബലരാമൻ വന്നിട്ട് ഒരു മരം എടുത്ത് കുലുക്കുകയാണ്. ആ മരം കുലുക്കിയോട് കൂടിയിട്ട് ധാരാളം അതിലുള്ള പഴങ്ങൾ മുഴുവൻ പടപടപടാച്ച് താഴ്ത്തും. നമുക്കൊക്കെ ഒരു മാമ്പഴം പൊടിക്കണമെങ്കിൽ തോട്ടി വേണം, തോട്ടിയുടെ അറ്റത്ത് എന്തെങ്കിലും ഇത് വേണം, വീഴാതിരിക്കാനുള്ള ഒരു കൂട് പ്രോത്സാഹനം വെക്കണം. എന്നിട്ട് അപ്പുറത്തപ്പുറത്ത് കുറച്ച് ആളുകളെ നിർത്തും. എന്നിട്ട് പറഞ്ഞ വിഷമിച്ചിട്ട് ഏതെങ്കിലും സ്റ്റെപ്പുമേ കയറും. എന്നിട്ട് ആ ഏതെങ്കിലും താഴെയുള്ള ബ്രാഞ്ചിൽ കയറിയിട്ട് പതുക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വീഴ്ത്തി. അപ്പോൾ നമുക്കൊരു 50 മാമ്പഴം പറിക്കണമെങ്കിൽ 2 മണിക്കൂർ എടുക്കും. ഇത് ആയിരക്കണക്കിന് ഉള്ള പഴങ്ങൾ ഒരു കുലുക്കൊണ്ട് എല്ലാം താഴ്ത്തും. അത്രയേ ഉള്ളൂ. ഒരു കുലുക്കുക അതുകൂടി ആ പഴങ്ങൾ ബ്ലൂം താഴ്ത്തും. ആ വീഴുമ്പോൾ ശബ്ദത്തോടെ വീഴും. ആ ശബ്ദം കേട്ടപ്പോൾ എന്തുണ്ടായി? ബലാനാം പതതാം ശബ്ദം നിശമ്യ അസുരരാസഭ അദ്യധാവത് ക്ഷിതിത്തലം സനകം പരികമ്പയൻ. ഇത് സംഭവിച്ചു. Hearing the sound of the falling fruits, the ass demon Dhanuka ran forward to attack, making the earth and trees tremble. ഇയാളെ കേട്ടു കഴുതാസുരൻ. കഴുതാസുരൻ കേട്ടവൻ അത് ഉണ്ടായിട്ട് ദേഷ്യപ്പെട്ടിട്ട് ഇതുവരെ ആരും ശ്രമിക്കാത്ത, ആരും ഈ സാഹസത്തിന് മുതിർന്നിട്ടില്ല, ഞാനുള്ളപ്പോൾ തളവനത്തിലേക്ക് പ്രവേശിക്കുകയെ വേറെ ആളിലാണ്, ഞങ്ങളുടെ കുറച്ച് കഴുതാസുരന്മാർ മാത്രമേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് വേറെ ആരെയും പ്രവേശിച്ചിട്ടില്ല, ഇതുവരെ പ്രവേശിക്കാൻ ധൈര്യം കാണിച്ചിട്ടില്ല. ഇപ്പം എന്തോ എനിക്ക് തോന്നുന്നു ആരോ ഒരാളുള്ളിൽ കയറിയിട്ട് അയാളാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കണം. അപ്പോൾ ആരായിരിക്കും അയാൾ ഉടനെ ഗ്രഹിക്കാൻ ദേഷ്യത്തോട് കൂടിയിട്ട് ധനുകാസൻ
ഊട്ടി മുന്നിക്ക് വരികയാണ്. അങ്ങനെ സ്പീഡിൽ ഓടുമെന്നുണ്ട് ഭൂമിയെ കുലുക്കി തുടങ്ങി. ഭൂമിയുടെ മുകളിലുള്ള വൃക്ഷങ്ങളും കുലുങ്ങി തുടങ്ങി. അപ്പോൾ അമ്മക്ക് മനസ്സിലാത്ത ശക്തിയോടുകൂടിയാണ് ഈ കൈലാസൻ ഓടിയത്. അതിന് ആൾക്കാർ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഭൂമിയെല്ലാം വിറച്ചു പോയി. ഇങ്ങനെ ഭൂമി കുലുങ്ങി, മരങ്ങളെല്ലാം ആടിത്തുടങ്ങി. അത്രയും ക്രോധം, അതീവ ക്രോധത്തോടി ഭയങ്കര റാൻ ടു അറ്റാക്ക്, നേരെ അറ്റാക്ക് ചെയ്യാൻ പോകണം. സമയത്ത് തരസാ പ്രത്യേക് ദ്വാഭ്യാം പതുഭ്യാം ബലിബലി നിഹത്യോരസി കാഞ്ചബ്ദം മുഞ്ചൻ പരിസരൻ കലാ. The powerful demon rushed up to Lord Baladeva and sharply struck the Lord's chest with hoofs of his hind legs. Then Dhenuka began to run around, braying loudly. ധനുകാസൻ പാഞ്ഞു ചെല്ലുകയാണ് ബലരാമന്റെ അടുത്തേക്ക്. ആരാണ് എൻ്റെ ഫലങ്ങൾ, ആരാണ് ഇങ്ങനെ ചെയ്തത്? ഇത് ധൈര്യത്തിലാണ് ഈ പനങ്ങളെല്ലാം കുലുക്കിയത്. എന്തിനുണ്ട് അതെല്ലാം വീഴ്ത്തി, നിലത്ത് വീഴ്ത്തി. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ്. ഓടി വരുമ്പോൾ കാണുമ്പോൾ ബലരാമനെ നാരെ കാണാൻ ബലരാമനാണ്. ആദ്യം മുമ്പിൽ കാണാൻ ബലരാമനാണ്. ആ ബലരാമൻ ആ മരത്തെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായി ഇയാൾ തന്നെയാണ് ഇത് അക്രമം കാണിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴുതിൻ്റെ പിൻകാലുകളുണ്ട്. പൊതുവെ കുതിര, ഒട്ടകം, കഴുതാതൊക്കെ ആ പിൻകാല് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ആ മുന്നിൽ ഊന്നിക്കൊണ്ട് മുമ്പിലത്തെ രണ്ട് കാലിലുകൊണ്ട് ഊന്നിക്കൊണ്ട് ബാലൻസ് ചെയ്തിട്ട് ഈ രണ്ട് കാലിനെ പുറത്തേക്ക് എടുക്കും. ഈ കാലിന് ചക്ന്ന് പുറത്തേക്ക് എടുത്തിട്ട് അതുകൊണ്ട് അടിക്കും, അതുകൊണ്ട് ചവിട്ടും. ഇത് ഈ കഴുതയ്ക്കയുടെ ഡിഫൻസ് ഇതാണ്, സെറ്റപ്പാണ്. ഓരോ ജീവിക്കും അതിൻ്റെതായ ഡിഫൻസ് ഉണ്ട്. ആഹാരത്തിന് ഇതിന് എന്ന കാര്യത്തിൽ ഭയം എങ്ങനെ ശരീരം ഡിഫെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ ഓരോ ജീവിക്ക് അതിൻ്റെതായിട്ടുള്ള ഭയങ്കര ടെക്നിക്കലായിട്ട് ഭഗവാൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് സംരക്ഷിക്കപ്പെടാനും ഭക്ഷണം കഴിക്കാനും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഭഗവാൻ അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ജീവികൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ. കഴുതയ്ക്കുള്ള ബലം എന്നുള്ള പിൻഭാക്കാലാണ്. ഓരോ ജീവികളെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനെ സർവൈവ് ചെയ്യാനുള്ള എല്ലാ പ്രത്യേകതകളെല്ലാം ഭഗവാൻ തന്നെ നൽകുന്നു. ഭക്ഷണം സമാഹരിക്കാനും ഡിഫെൻഡ് ചെയ്യാനും പിന്നെ പ്രത്യുത്പാദനം ചെയ്യാനും ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു തനിയായിട്ടുള്ള ഒരു രീതിയുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഭഗവാനാണ്. അപ്പോൾ കഴുതയെ സംബന്ധിച്ചിടത്തോളം കഴുത അതിനെ അറ്റാക്ക് ചെയ്തത് അതിൻ്റെ പിൻകാലോടെ ചവിട്ടുക. അപ്പോൾ ബലരാമനെ കണ്ടു, നേരെ വന്നു തിരിഞ്ഞു ഒറ്റ ചവിട്ടുക. ചവിട്ടിന് ശേഷം എന്ത് ചെയ്തു? Then Dhenuka began to run about, braying loudly. ഉറക്കൊണ്ട് ചുറ്റും അങ്ങനെ ഓടിപ്പായാണ്. ഇപ്പൊ നമ്മൾ ഈ റെസ്ലിംഗിലേക്ക് പോയി റെസ്ലിംഗ് കാണുകയാണെങ്കിൽ ഒരാൾ മറ്റാൾ ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ആഘോഷിച്ചുകൊണ്ട് റിങ്ങി ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. തന്നെ ആ കണ്ടില്ലേ, എന്റെ ശക്തി കണ്ടില്ലേ, എന്റെ ശക്തി കണ്ടില്ലേ, നിങ്ങളെല്ലാം കണ്ട് ഇയാൾ മറ്റാൾ കിടക്കണ്ടാവണേ. ഇവിടെ ബലരാമൻ കിടക്കണമെന്നില്ല, ബലരാമൻ അങ്ങനത്തെ നിൽക്കണം. പക്ഷെ കഴുത വിചാരിച്ചു ബലരാമൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം ഭയങ്കര ശക്തി പുറച്ച് ചുറ്റിങ്ങനെ ഓട്ടുകയാണ് ഉറക്കലറികൊണ്ട്. പിന്നെ നോക്കിയപ്പോ ബലരാമനൊന്നും സംഭവിച്ചിട്ടില്ല. ബലരാമൻ അവിടെ നിൽക്കുന്നുണ്ട്. കഴുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലരാമൻ അതുകൊണ്ട് കഴിഞ്ഞിട്ടാന്ന് ചോദിച്ചു. നോക്കുമ്പോഴാണ് ബലരാമൻ യാതൊരു കൊലുക്കല്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. ഒരു പ്രശ്നമുണ്ട്. അപ്പൊ കഴുതയുടെ ക്രോധം ഇരട്ടിച്ചു. തൻ്റെ അനുമതിയിലാണ്ട് ഒരാൾ വന്നിട്ട് പനമരങ്ങളെല്ലാം കുലുക്കി ഫലങ്ങളെല്ലാം താഴോട്ടിട്ടു. അത് തന്നെ ക്രോധം ഉണ്ടാക്കി. അപ്പോൾ ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് ഊട്ടി വന്ന് പിൻകാലുകൊണ്ട് തൊഴിച്ചു. അപ്പൊ അതിന് ക്രോധം സഹിക്കാൻ വേണ്ടിയാണ്.
പക്ഷെ അതിനേക്കാളും ക്രോധം വന്ന് തൊഴിച്ചിട്ട് ഒരു അസുര ഒരു ബലദേവനിലോ ഒരു ഒന്നും ഉണ്ടാകില്ല, ഒരു ഇഫക്റ്റും ഇല്ല ബലദേവനും. അപ്പൊ അതിന്റെ ക്രോധം ഇരട്ടിച്ച് ഭയങ്കര ദേഷ്യം വന്നു. പുനരാസാദ്യ സംരഭ്യ ഉപപ്രോഷ്ടാപരാക്സിത ചരണാവപരോ രാജൻ ബലായ പാക്ഷിപരുഷ. സ്ട്രോങ് ആയിട്ട് വാക്കുകൾ ഋഷ, സംരബ്ധ, ഫ്യൂരിയസ്, അങ്ങനെ കുറെ വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? മൂവിങ് അഗെയിൻ ടുവേർഡ്സ് ലോർഡ് ബലരാമ, ഓ കിങ്, ദ ഫ്യൂരിയസ് ആസ് situated himself with his back towards Lord as the furious ass. Then screaming in rage, the demon hurled his 2 hind legs at him. വീണ്ടും ദേഷ്യം വന്നിട്ട് അതിന്റെ പൊസിഷൻ, അതിന്റെ അറ്റാക്കിംഗ് പൊസിഷൻ അങ്ങനെയാണ്. അത് നേരിട്ട് നിൽക്കലേ, അത് പിന്തിരിഞ്ഞ് നിൽക്കും. കാരണം അതിന്റെ പിൻകാലം കൊണ്ട് അതിന്റെ ആയുധം, അതിന്റെ സ്ട്രോങ് പോയിന്റ് അതാണ്. ആ ഒപ്പോണന്റെ മേലെ പിന്തിരിഞ്ഞ് നിൽക്കും. പിന്തിരിഞ്ഞത് മുൻകാലം കൊണ്ട് ആഞ്ഞ് പിൻകാല് ഉയർത്തി അതുകൊണ്ട് ചവിട്ട് ചെയ്യുക. അതാണ് അതിന്റെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ അറ്റാക്കിംഗ് മെക്കാനിസം. എന്തായാലും അങ്ങനെയാണ് യുദ്ധം, അതിന്റെ രീതി, അതിന്റെ പരാക്രമം, അതിന്റെ ബലം കാണിക്കുന്ന രീതി അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അപ്പൊ ഒരു ചവിട്ട് കൊണ്ട് ബലരാമൻ ഒന്നും ആയില്ല മനസ്സിലായപ്പോ ഈ പക്ഷേ ഞാൻ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ പിന്നെ തകിട്ട് പൊട്ടിയാക്കുന്നുണ്ട് ഞാൻ ആരാന്ന് വിചാരിച്ചിട്ടാ. ഇതുവരെ ഉണ്ടായിട്ട് മുന്നിലുണ്ടായാലും പണ്ട് ഇയാളെ അടുത്ത് വന്നാൽ തന്നെ അത്ര ഓടിപ്പോവും, പേടിക്കും. ചവിട്ടേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഒരു ചവിട്ട് നടത്തിയിട്ട് ഒന്നും നടക്കില്ലാണ്ട് അപ്പൊ അതിന് ക്രോധം ഇരട്ടിച്ചു കണ്ട, ക്രോധം കണ്ട താങ്ങാൻ പറ്റാണ്ട് ഫ്യൂരിയസ് തിരിഞ്ഞു നിന്നിട്ട് വീണ്ടും 2 കാലം പൊക്കി വീശ്യം കണ്ട് ബലരാമനത്തേക്ക് വീഴ്ത്താണ് കാട്ടി. ആ ബലരാമൻ എന്ത് ചെയ്തു? സദം ഗൃഹീത്വാം പ്രവദോ ഭ്രാമയിത്വ ഏകപാണിനാ ചിക്ഷേവാ ത്രിരാജാഗ്രേ ബ്രാഹ്മണ ത്യക്ത ജീവിതം. Lord Balarama seized Dhenuka by his hooves, whirled him on one hand and threw him into top of a palm tree. The violent wheeling motion killed the demon. സർവശക്തി ഉപയോഗിച്ചിട്ട് കഴുതാസുരൻ ബലരാമനെ ചവിട്ടാണ്. പക്ഷെ ചവിട്ട് വീണില്ല. അത് കൈ കൊണ്ട് പിടിച്ചു, 2 കാലും ഒരു കൈ കൊണ്ട് പിടിച്ചു മറ്റേ ചുവട്ടി തുടങ്ങി. ഈ ഹാമർ ത്രോ എന്നുണ്ട്, ഈവൻ ഹാമർ ത്രോ ആണ്. ഹാമർ ത്രോ ഇങ്ങനെ ചുവട്ടി എറിയുന്നുണ്ട്. അതുപോലെ 2 കൈകളും 2 കാലും പിൻപാലുകളും ഒറ്റ കൈ കൊണ്ട്, 2 കൈ കൊണ്ട് ഉപയോഗിച്ചിട്ടില്ല, 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. ഹാമർ ത്രോ ഒരു കൈ കൊണ്ട് 2 കൈ കൊണ്ട് ഉപയോഗിക്കാം, 2 കൈ ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ബലരാമൻ ഒരു കൈ കൊണ്ട്, അത്രയും വലിയ ശക്തനായിട്ടുള്ള അത്രയും നിന്ദിക്കണമാരി പുല്ല് ഒരു ഇതില്ലാണ്ട് ഫെർട്ടില്ലാണ്ട് ഒരു കൈ കൊണ്ട് പിടിച്ചിങ്ങനെ ചുഴറ്റി പനമരത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ എറിഞ്ഞു. ആ പനമരം എറിഞ്ഞകൂടി ആ ചുഴറ്റിന്റെ ശക്തി കൊണ്ട് അതിന് ജീവൻ പോയി. പനമരത്തിൽ പതിഞ്ഞുകൊണ്ടല്ല അത് അവിടെ എടുത്ത് വേണം. പനമരത്തിൽ പതിച്ച ആ ഇമ്പാക്റ്റിലെല്ലാം മരിക്കണം. ചുഴറ്റിയപ്പോൾ തന്നെ ജീവൻ അത്രത്തോളം. അപ്പൊ ആലോചിച്ചു എത്രത്തോളം ശക്തിയോടെ ചുഴറ്റിയിട്ടുണ്ടാവും. ഇത്രയും ഭയങ്കര അസുരൻ, ഇത്രയും ബലവാനായിട്ട് ബലിഷ്ഠനായിട്ടുള്ള അസുരനെ ചുഴറ്റിയിട്ട് അതിന് ജീവൻ പ്രതികിട്ടും. എന്നിട്ട് വലിച്ചെറിഞ്ഞു, ആ ബോഡി വലിച്ചെറിഞ്ഞു എവിടെ കഴിഞ്ഞു? പനമരത്തിന്റെ മുകളിലേക്ക് എറിഞ്ഞു. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? പനമരത്തിന്റെ മുകളിലേക്ക് എന്ത് സംഭവിച്ചു? തേനാഹതോ മഹാകാലോ വേഗമാനോ ഗൃഹ്ശിരാ പാശസ്തം കമ്പയൻ ഭഗ്നാ സചാന്യം സ്വവിചാപരം. Lord Balarama threw the dead body of Dhenukasura into the tallest palm tree in the forest, and when the dead demon landed in the tree top, the tree began shaking. The great palm tree, causing a tree by its side also to shake, broke under the weight of the demon. The neighboring tree caused yet another tree to shake, and this one struck another tree which also began shaking. In this way, many trees in the forest shook and broke. കാണേണ്ട കാഴ്ച തന്നെയാണത്. ചുഴറ്റി മുകളിൽ ഏറ്റവും ഉയരമുള്ള പനമരത്തിന്റെ മുകളിൽ ഒറ്റയാണ്. ആ എയറില് പനമരത്തിന്റെ ആ ശക്തി, ഈ ബോഡിയുടെ ധനുകാസുരന്റെ ശക്തി ഭാരം അത്രയും ഹെവി ആയിട്ടുള്ള സാധനമാണ്.
ആ അത്രയും ബലമുള്ളതുകൊണ്ട് ആ പനമരം ഇത്രയും വലുതാണ്. അതിങ്ങനെ ആദ്യം ഇളകിയിട്ട് അത് ഒടിഞ്ഞിട്ട് മറ്റേ മരത്തിൽ തട്ടി. അപ്പൊ ആ മരം വിറച്ചു തുടങ്ങി, അത് ഒടിഞ്ഞു. മൂന്നാമത്തെ മരത്തില്, നാലാമത്തെ മരത്തില്, അഞ്ചാമത്തെ മരത്തില്, അതിന് ചുറ്റും അവിടെ ഇരിക്കുന്ന ഏരിയകൾക്ക് മുഴുവൻ പനമരം ആ വിറച്ച് ഒടിഞ്ഞ് രണ്ട് കഷ്ണമായി മാറുകയാണ്. അത്രയും ശക്തിയോട് കൂടിയിട്ടാണ് അത് വന്ന് പതിക്കണം. ഒന്നാമത് അസുരന്റെ വെയിറ്റ് ഉണ്ട്. ഇതിനേക്കാൾ ഉപരിയായിട്ട് അതിശക്തമായിട്ടുള്ള എറിവുണ്ട്. അതിന്റെ ഫോഴ്സോട് കൂടിയിട്ട് ആ പനമരത്തിൽ എത്തിയപ്പോൾ പനമരം അത്രയും തകിട് പൊടിയും. ആ പൊടി ഒടിയുമ്പോൾ മറ്റേ മരത്തിൽ വീഴും, അത് ഒടിഞ്ഞു. അപ്പൊ ഓരോ മരം വീഴുന്ന എത്ര ശക്തിയോടായിരിക്കും. അപ്പൊ എത്ര ശക്തിയോടെ ഉണ്ടാവും, എത്ര ചുഴറ്റി എറിഞ്ഞുണ്ടാവും, എത്ര ശക്തിയോട് വെച്ചിട്ടുണ്ടാവും. Many towering palm trees shook and then broke with great crashing sound. അതോടെ സകലം തകട്ട് പൊട്ടിയായി, എല്ലാം ഭയങ്കര ശബ്ദത്തോടുകൂടി ഓരോന്ന് പതിച്ചു തുടങ്ങി. അതന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണതില് വലസ്യലീലയോദുഷ്കുഷ്ട ഖരദേഹ ഹതാതാഹ താലസ് ചകംബിരെ സർവേ വാതാഞ്ചനും കാറ്റ്. എങ്ങനെയാ അതിശക്തമായ കൊടുങ്കാറ്റില് ഇങ്ങനെയാണോ മരങ്ങൾ പിഴുതുപോകുന്നത്, അതേപോലെ അതിശക്തമായ ആ ശക്തി കൊണ്ട്, ഒച്ചുവെറ്റിന്റെ ശക്തി കൊണ്ട്, അത്രയും വലിയ വായുവിന്റെ സന്ദർഭം, വലിയൊരു കാറ്റ്, കൊടുങ്കാറ്റ് പോലെ ആ ശക്തിയോടുകൂടി എഴുന്നപ്പോ ഓരോ മരങ്ങളും ഒടിഞ്ഞൊടിഞ്ഞു വീണ്ടും ഒടിഞ്ഞു എന്നിവിടെ പറയാണ്. ഭയങ്കര അത്ഭുതമല്ലേ? ഒറ്റ ചുവട്ടുകൊണ്ട് എത്ര മരങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര മരങ്ങൾ ഒടിഞ്ഞു വീണു. അമാനുഷമാണത്, ഒരിക്കലും പറ്റില്ല, അത്ര അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ. അത്ഭുതമാണ്. സാധാരണ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, സംഭവം അത്ഭുതം തന്നെയാണ്. പക്ഷേ ശ്രീമദ് ഭാഗവതം എന്ത് പറയണം? ഇതേത ചിത്രം ഭഗവതി ഹി അനന്തേ ജഗദീശ്വരേ ഓദപ്രോദമിതം യസ്മിൻ തന്തുഷോഗ് അംഗയഥാപടാം. My dear Parikshit, Lord Balrama killed Dhenukasura is not such a wonderful thing, considering that he is unlimited personality of Godhead, the controller of the entire universe. Indeed, the entire cosmos rests upon him, just as a woven cloth rests upon its horizontal and vertical threads. ഓതം എന്ന വാക്ക് 6-ാം സ്കന്ധത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. യമരാജൻ തൻ്റെ അനുയായികളോട് പറഞ്ഞു കൊടുക്കണം ഭഗവാനെ കുറിച്ചിട്ടുള്ള. ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ ആ പെർവേഡിങ് വ്യാപനം, ഭഗവാനെ എല്ലാത്തിലും വ്യാപനം ചെയ്യാനുള്ള ആ പെർവേഡിങ് ആയിട്ടുള്ള ശക്തിയാണ് ഓതം പ്രോതം. വെർട്ടിക്കലി ഹൊറിസോണ്ടൽ മുഴുവൻ കവറിങ് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണോ തുണി, അതിന്റെ ആ നൂല് വെർട്ടിക്കൽ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ ഓതം പ്രോതം അങ്ങനെ നൂല്, അതിന്റെ മുകളിലാണ് ഈ തുണി നിൽക്കുന്നത്. ഈ തുണി എന്നുള്ള നൂല് തന്നെയാണ്. നൂല് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുമ്പോ കെട്ടുണ്ടാവുന്നതാണ് തുണി വന്നത്. അപ്പോൾ ഇവിടെ ഇതിലെ പരീക്ഷത്ത് മഹാരാജാവിന് വല്ല അത്ഭുതം തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അത്ഭുതം ആദ്യം പ്രകടിപ്പിച്ചു. അയ്യോ, എന്തൊരു ബലമാണ്, എന്തൊരു പവർഫുള്ളാണ്. ഒറ്റ ചുവട്ടോടെ എത്ര മരങ്ങളും നഷ്ടപ്പെട്ടു, മരങ്ങൾ ഒടിഞ്ഞുപോയി. അത്ഭുതം തന്നെ, ഇത്ര അസാമാന്യമായിട്ടുള്ള ശക്തി പ്രകടനം തന്നെയാണ് നടന്നത്, ഒരു സംശയമില്ല. എങ്ങനെ സാധിക്കും ഇതെല്ലാം എന്ന് പറഞ്ഞ അത്ഭുതമായിട്ട് ചോദിച്ചപ്പോൾ അതിന് മറുപടിയാണ് ശീശുക ദിവസമാണ്, രാജാവേ, ഇത് യാതൊരു അതിശയവുമില്ല. ഇപ്പൊ പോയത് എന്താണ്? ഇപ്പൊ പോയത് കുറച്ചൊരു 10-100 മരങ്ങൾ ഒടിഞ്ഞുപോയി. ഒരു ചുവട്ടും കൊണ്ട് 100 മരങ്ങൾ ഉഴറ്റുപോയി. സാധാരണ ആൾക്കാർ ദൃഷ്ടി നോക്കി കഴിഞ്ഞാൽ അത് അത്യത്ഭുതം തന്നെയാണ്, സംശയം. പക്ഷേ ബലരാമനെ സംബന്ധിച്ചോളം ഒരു അത്ഭുതമില്ല. ആരാ ബലരാമൻ ഭഗവാന്റെ ഫസ്റ്റ് എക്സ്പാൻഷനാണ്. ഈ പ്രപഞ്ചങ്ങൾ മുഴുവൻ നിലനിർത്തുന്നത് കോടാനുകൂടി പ്രപഞ്ചങ്ങള്
ശേഷനാഗന്റെ, ബലരാമന്റെ എക്സ്പാൻഷൻ ശേഷനാഥന്റെ തല പത്തികളുടെ ഉള്ളാണ്. അവിടെയാണ് നിലകൊള്ളുന്നത്. ഓരോ പത്തിയില് ഓരോ ബ്രഹ്മാണ്ടം ഉണ്ടാവും. അതിൽ ബ്രഹ്മാവ് ഉണ്ടാവും, കാരണവശായ വിഷ്ണു ഉണ്ടാവും, ഒരു ബ്രഹ്മാവ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണവശായ വിഷ്ണു ബലരാമൻ എന്ന് പറഞ്ഞാൽ ബലരാമനിൽ നിന്ന് തന്നെയാണ് ഈ ഗർഭവശായ വിഷ്ണു മനസ്സിലാക്കാൻ പറ്റും. കാരണം അദ്ദേഹം ശേഷരൂപം അതിന് ശേഷം ഓരോ ഭണത്തിലും ഓരോ ഹൂഡിലും പത്തിയിലും ഓരോ ബ്രഹ്മാണ്ടങ്ങളെ അദ്ദേഹം താങ്ങി നിൽക്കുകയാണ്. കോടാനുകോടി പത്തികളുണ്ട്, കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങൾ. ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം നിലനിർത്തുന്നത് എങ്ങനെയാണോ ഒരു തുണി അതിൻ്റെ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള നൂലുമേ നിലനിൽക്കുന്നുവോ അതേപോലെയാണ് ഈ ബ്രഹ്മാണ്ടങ്ങളെല്ലാം ഭഗവാനിൽ നിലനിൽക്കുന്നത്. അപ്പം അത്രയും കോടാനുകോടി ഗ്രഹങ്ങൾ വളരെ ഈസി ആയിട്ട് തലയിൽ വെക്കുന്ന ഒരാൾക്ക് ഒരു കഴുതയെ ചുഴറ്റിയെറിയാനോ അതിൻ്റെ ശക്തി കൊണ്ട് നൂറുകണക്കിന് മരങ്ങൾ ഒടിഞ്ഞു പോകാനാണോ, അത് വലിയ അത്ഭുതമില്ല. ദിസ് നത്തിങ്. അപ്പോൾ ഭഗവാൻ എപ്പോഴും ആ സന്ദർഭോചിതമായിട്ട് എത്ര പവർ ഉപയോഗിക്കണം, എത്ര ശക്തി ഉപയോഗിക്കണം, അത്രത്തോളം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അപ്പൊ ഇവിടെ ധനുകാസനെ വധിക്കാൻ ഇത്ര ശക്തിയായിരുന്നു. ധനുകാസൻ ചുഴറ്റി എറിഞ്ഞ് മുകളിലേക്ക് ഇടുക, ആരുടെ ആ ശക്തി വീഴും. അപ്പോൾ ആ ശക്തി മാത്രമേ കാണിച്ചിട്ടുള്ളൂ. സൂചി കൊണ്ട് നടക്കുന്ന കാര്യം എന്തുകൊണ്ട് വാള കൊണ്ട് ചെയ്യണം എന്ന് നമ്മൾ ചോദിക്കും. വെറുതെ ഇങ്ങനെ ബലം എല്ലാത്തിനും ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ ബലം കാണിക്കുന്ന ആവശ്യമില്ല. ബലം എത്ര ആവശ്യമുണ്ടോ അത്ര മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതൊരു ക്ഷത്രിയന് ഏറ്റവും അറിയേണ്ട കാര്യമാണത്. കണ്ടമാനം ബലം പരാക്രമം കാണിച്ചിട്ട് മറ്റുള്ളവരെ പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ അടിച്ചമർത്താനോ ശ്രമിക്കരുത്. അപ്പോൾ നമ്മുടെ ആ അതാണ് ഒരു വീക്ക്നെസ്സാണ് അത്, ശക്തി മുഴുവൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ശക്തി ഒരു അവസരത്തെ ഏതെങ്കിലും സമയത്ത് എത്ര ശക്തി പ്രദർശിപ്പിക്കണം, അല്ലെ എത്ര ശക്തി ആവശ്യമുണ്ട് അത്രത്തോളം മാത്രമേ കാണിക്കുള്ളൂ അവര്. ഇതാണ് ഭഗവാന്റെ സവിശേഷത. ഓരോ യുഗങ്ങളുടെ ശക്തി വളരെ വ്യത്യാസം ഉണ്ടാവും. സത്യയുഗത്തിലൊന്നും അവതാരങ്ങൾ അതിഗംഭീരമായ ശക്തി കാണിച്ചു. അപ്പൊ നമുക്കറിയാം വരാഹമൂർത്തി ഗർഭദോഷായ ആ കടലിൽ ചാടി ഭൂമിയെ ഈസിയായിട്ട് പൊക്കിക്കൊണ്ടിരിക്കണം. ഇത്രയും വലിയ ഭൂമിയെ കമ്പൗണ്ട് എടുത്ത് കൊണ്ടുപോകണം. അപ്പൊ എത്രത്തോളം ശക്തി കാണിച്ചു. മുസ്താങ്കുരം, മുത്തങ്ങ പോലെ. അതെ, അത്രയും സിമ്പിളായിട്ട് എടുത്ത് കൊണ്ടുവരികയാണ്. മത്സ്യാവതാരത്തിൽ എന്നാൽ ഏറ്റവും വലിയ വലിയൊരു എത്രയോ മൈലിൽ നിന്നുള്ള ഒരു വഞ്ചി ഇത്ര ശക്തിയുള്ള അത് വായിച്ചു കൊണ്ടു. നരസിംഹ ഭഗവാന്റെ ശക്തി കാണിക്കുന്നു, വാമനന്റെ ശക്തി കാണിക്കുന്നുണ്ടെന്ന്. 3 അടി കൊണ്ട് അല്ലെ 2 അടി കൊണ്ട് ലോകം മുഴുവൻ ത്രിലോകങ്ങൾ മുഴുവൻ അളക്കണം. അപ്പൊ ഓരോ യുഗം അനുസരിച്ച് വരുമ്പോൾ ശക്തി ഇങ്ങനെ എത്ര ശക്തി ആവശ്യമുണ്ട് അത്രമാത്രം ഉപയോഗിക്കുന്നു. കൃഷ്ണന്റെ കാര്യം വരുമ്പോൾ കൃഷ്ണൻ ഗോവർദ്ധൻ അങ്ങനത്തെ കുറച്ച് കാണിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം സാധാരണ ആൾക്കാർക്ക് അത്ഭുതം ഉണ്ടാക്കണമായില്ല. എത്ര അത്ഭുതം. ഇപ്പോൾ ബലരാമൻ കാണിച്ച ശക്തി എന്നുള്ള ആൾക്കാർക്ക് സാധാരണ ആൾക്കാർക്ക് അത്ഭുതം ഉണ്ടാവും. പക്ഷെ അധികംഭീരമായിട്ട് പ്രദർശനമല്ല അത്. കോടാനുകൂടി യൂണിവേഴ്സ് താങ്ങി നിൽക്കുന്ന ശക്തി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു കഴുത പിടിച്ച് പറയുന്ന ശക്തി വ്യത്യാസമുണ്ട്. പക്ഷെ രണ്ടിൻ്റെയും ശക്തിമാൻ ബലരാമൻ തന്നെയാണ്. അപ്പോൾ സന്ദർഭോചിതമായിട്ടുള്ള ശക്തി മാത്രമേ അവിടെ ഉപയോഗിക്കൂ. എപ്പോഴും നമ്മൾ ഒരു ഫൈറ്റ് അങ്ങനെ വരുമ്പോൾ, ഇപ്പോൾ ആർമി ഫൈറ്റ് വരുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ രണ്ടാമത് തന്നെ സർവ്വശക്തിയും പുറത്തിയിടില്ല. കുറച്ച് കാണിക്കും, അതിനുശേഷം അവരുടെ റെസ്പോൺസ് നോക്കുക. എങ്ങനെയാണ് യുദ്ധം ചെയ്യുക. ആദ്യം തന്നെ കയറി ഉള്ള ശക്തി മുഴുവൻ ഉപയോഗിക്കില്ല. അപ്പോൾ ബലരാമൻ ഇതിങ്ങനെ വെച്ചപ്പോൾ ശുക്ദേവ് ഗോസ്വാമി പറയാണ്, പരിഷത്ത് മഹാരാജാവേ ഇതിനെന്താ അത്ഭുതമുള്ളത്. കോടാനുകൂടി ബ്രഹ്മാണ്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ നെറുകിൽ പത്തികളിൽ ഈസിയായിട്ട് നിൽക്കുന്നു. എന്നിട്ടാണോ ഒരു കഴുതയെ വലിച്ചെറിഞ്ഞ് കുറെ മരങ്ങൾ ഓടിക്കണം? ഒരിക്കലല്ല. അത് അറിയാത്ത ആൾക്കാർക്ക്, ബലരാമൻ ശക്തി അറിയാത്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇത് വിശ്വാസമില്ലാത്ത ആൾക്കാർക്ക് ഭയങ്കര ഇതൊന്നും നടക്കുന്ന കാര്യമില്ല അവർ പറയും.
ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഒരു ഇത്രയും വലിയ കഴുതി ഒരു കൈ കൊണ്ട് തൂക്കി എറിയുക, എന്നിട്ട് 100 കണക്കിന് മരങ്ങൾ ഒടിയുക. ഇത് ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഞങ്ങൾക്ക് നിന്ന് കൊണ്ടിരുന്നത്. അങ്ങനെ ആൾക്കാരെ നിർഭാഗ്യശാലികളാണ്. ഭഗവാന്റെ ശക്തി മനസ്സിലാക്കാതെ, ഭഗവാൻ ആരെന്ന് മനസ്സിലാക്കാതെ, ഭഗവാന്റെ ഷഡൈശ്വര്യങ്ങൾ മനസ്സിലാക്കാതെ, സ്വന്തം ആ അറിവുകൊണ്ട് കൂപമണ്ഡൂപം എന്ന് പറയുമ്പോൾ പൊട്ടക്കണ്ടിലെ തവളെ പോലെ ഇത്രയ്ക്കേ പറ്റുള്ളൂ എന്നൊരു നിഗമനത്തിൽ എത്തിക്കുന്ന ആൾക്കാര് തികച്ചും നിർഭാഗ്യശാലികളാണ്. പക്ഷേ ഭക്തന്മാരങ്ങനെയല്ല. ഭക്തന്മാർക്ക് ഇത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഭഗവാൻ ഭക്തന്മാർക്ക് ഭയങ്കര സന്തോഷം. ഇങ്ങനെ കുറേ അസുരന്മാരെ വധിക്കുമ്പോൾ ഓരോ പ്രത്യേക രീതിയിൽ കൃഷ്ണ മറ്റേ ആ അസുരനെ 2 പിളർത്തിയിട്ടാവുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ സന്തോഷമാക്കാം. ഭക്തന്മാരെ സംബന്ധിച്ചാണ് കൃഷ്ണന്റെ ഏത് പാസ്റ്റ് ടൈമായാലും ശരി ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അഭക്തന്മാർ പക്ഷെ സംശയിക്കും. ഭക്തന്മാർക്ക് യാതൊരു സംശയമില്ല. കൃഷ്ണൻ സുപ്രീം, കൃഷ്ണന് ആവാത്ത ഒന്നുമില്ല. ഈസ് കേപ്പബിൾ ഓഫ് എവരിതിങ് ആൻഡ് എവരിതിങ്. ഇതാണ് ഭക്തൻ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. वैष्णवी नमो नमः. अनंतमोड़ी जय हो. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇന്നലെ എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ടായിരുന്നു ഇത് വായിക്കാൻ, എന്താ മറ്റേ ഭഗവത്ഗീത വായിക്കാനേ. അപ്പൊ അവർക്ക് രേഖ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവർക്ക് എന്താന്ന് മനസ്സിലായില്ലാന്ന് പറയും. എല്ലാരും കൂടി വായിച്ചിട്ട് ഞാൻ പറഞ്ഞു എല്ലാരും കൂടി വായിക്കുകയാണ് ചെയ്യാ. അപ്പൊ അവര് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് വായിക്കുകയാണ് ചെയ്യാ. ഞാൻ പറഞ്ഞു അങ്ങനെയാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതെ അതെ. അപ്പൊ ആദ്യത്തെ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എങ്ങനെയാന്ന്, എല്ലാരും ഒരുമിച്ചായിരിക്കും വായിക്കുണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ദിവസം കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെയാണ് വന്നത്. പിന്നെ ഞാൻ പറഞ്ഞു ഈ കാര്യത്തിൽ നമ്മൾ മറ്റുള്ളവർ വായിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന മാത്രം ശ്രദ്ധിച്ചാൽ മതി. മറ്റുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. പലരും കുറച്ച് സ്പീഡ് വേരിയേഷൻ ഉണ്ടാവല്ലോ. വാഗക്കുഴി സൗണ്ട് പൊല്യൂഷൻ ആണ് തോന്നുന്നു പെട്ടെന്ന്. അത് കേൾക്കാതിരിക്കാന്നല്ല, നമ്മളെ വായനയിൽ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു ബ്ലൂടൂത്ത് വെച്ചാൽ മതി. ബ്ലൂടൂത്ത് ആണെച്ചെങ്കിൽ അത്രയ്ക്ക് നമുക്ക് വലിയ ഇത് വരില്ല. ബ്ലൂടൂത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ നമ്മൾ കേൾക്കില്ലല്ലോ, നമ്മൾ വേണം മാത്രം നമുക്ക് കേൾക്കും. വോളിയം കുറച്ച് ലോ ആക്കിയാൽ മതിയല്ലോ. വോളിയം കുറച്ച് ലോ ആക്കിയാൽ മതി. അതെ. പിന്നെ നമ്മളെ വായിക്കുന്നത് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് അവർക്ക് അത് ശീലല്ലേ, അതാണ്. ശരി, ആദ്യമായിട്ട് വന്നല്ലേ, നമ്മൾ ആദ്യമായിട്ട് വരുമ്പോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഈ രീതി പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇത്, നമ്മളെല്ലാരും കൂടി വായിക്കുക. അപ്പൊ നമ്മളെ വായിക്കുന്നതിൽ ശ്രദ്ധിക്കുക, അത്രേ വേണ്ടു. ബാക്കിയുള്ളവർ പറയണതൊന്നും കേൾക്കാൻ ശ്രദ്ധിക്കാണ്ടിരുന്നത് ശരിയാവും. അതെ, ഒരു ടൈം തന്നതുകൊണ്ട് ആ ടൈമിൽ എന്തായാലും ഇരിക്കും എല്ലാവരും. വരാതിരിക്കണ്ട, വിഷമിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ ശരിയായിക്കോളൂ. ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ തുടർച്ചയായിട്ടുള്ള എല്ലാ ദിവസവും നടക്കില്ലോ കൊല്ലങ്ങളായിട്ട്. അപ്പൊ ഒരു പ്രാക്ടീസ് ആവും. അത് നല്ലതാണ്. എന്താ വെച്ചെങ്കിൽ നമ്മൾ ആദ്യത്തെ ദിവസം ഞാൻ ഒരു 15 മിനിറ്റ് എടുത്തു, പിന്നത്തെ ദിവസം 14, ഇപ്പൊ 12 മിനിറ്റ് കൊണ്ട് നമുക്ക് കഴിയണ്ടേ. അപ്പൊ അങ്ങനെ വായിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. 10 മിനിറ്റ് അരതി ഉണ്ടാവും. അതിപ്പോ 20 മിനിറ്റ് 25 മിനിറ്റ് എടുക്കും മൊത്തം. എത്ര സുഖം കിട്ടുന്ന ഭക്ഷണം. താങ്ക് യു.